മാന്യമഹാജനങ്ങളെ, ഗ്രാമത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ലവൻ കശ്മലൻ. കുടുംബങ്ങളിലെ പുരുഷന്മാർക്ക് 1 രൂപ കിട്ടിയാൽ അതിലെ നല്ലൊരു പങ്കും കുടുംബത്തിന് എതിരായിട്ട് പോകത്തക്ക വിധത്തിൽ ബുദ്ധിമുട്ട് ബിവറേജസ് കോർപ്പറേഷനിലാണ് പോകുന്നത് എന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ കാറിലൊക്കെ പോകുമ്പോൾ നോക്കുമ്പോൾ വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള ക്യൂ കണ്ടാൽ നമുക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ സാധിക്കും. ബിവറേജസ് ക്യൂ കണ്ട് ആസ്വദിച്ചു മടങ്ങുന്ന വഴിയിൽ വിസ്മയമുഖ്യൻ ഒരു അൾത്താര പ്രസംഗം കൂടി കേട്ടു. ബിവറേജസ് ക്യൂവിൽ നിന്നും മടങ്ങിയ ഒരാളുടെ കഥ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നോട് ചോദിച്ച ഒരു ചോദ്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. എന്നോട് ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ദീപിക ബാലസഖ്യത്തിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്ന കുട്ടിയായിരുന്നു. കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ്: പപ്പയെ കൊല്ലുന്നത് പാപമാണോ? പപ്പയെ കൊല്ലുന്നത് പാപമാണോ? ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, പതുക്കെ പറ, ആരും കേൾക്കരുത്. നിന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം ഉയരുമെന്ന് ആരും വിചാരിക്കില്ല. അതുപോലെ മാന്യമായ പെരുമാറ്റമാണ് കൊച്ചിൻ്റെ. പപ്പയെ കൊല്ലുന്നത് പാപമാണോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചോദിക്കുന്നത്? പപ്പ നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ ആ കുട്ടി വേദനയോടെ കരഞ്ഞുകൊണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വൈകിട്ട് കള്ളും കുടിച്ചിട്ട് 4 കാലിൽ വേച്ച് വീട്ടിലേക്ക് കടന്നു വന്ന് ഭാര്യ ആരാണ്, അമ്മയാരാണ്, പെങ്ങളാരാണ്, പെമ്മക്കളാരാണ് എന്ന് തിരിച്ചറിയത്തില്ലാതെ ഇനി എൻ്റെ മേത്തെങ്ങാനും കയറി പിടിച്ച അയാളുടെ കഴുത്ത് ഞാൻ അരിഞ്ഞു കളയും. പറയുന്നത് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ പ്രിയപ്പെട്ട അപ്പനെ പറ്റിയാണ്. 13 വർഷം ഈ പാമ്പ് ചുറ്റി ഇവളിങ്ങനെ ജീവിക്കുകയാണ്. അന്തിക്ക് പാമ്പ് ചുറ്റാൻ വരുന്നത് കണ്ട് പേടിച്ച് ഈ പാമ്പിനെ കൊല്ലാൻ വേണ്ടി തലയിണക്കിടയിൽ അരിവാള് വെച്ചുകൊണ്ടിരിക്കുന്ന പെമ്മക്കൾ ഈ ദേവാലയത്തിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കരുത് എന്ന പ്രാർത്ഥനയോടെയാണ് എൻ്റെ ഹൃദയത്തെ വളരെയേറെ വേദനിപ്പിക്കാം ഈ ഒരു ഉദാഹരണത്തെ പ്രാർത്ഥനയോടെ ഞാൻ ഈ അൾത്താരയിൽ അവതരിപ്പിക്കുന്നത്. അച്ഛൻ അൾത്താരയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കത്തേയുള്ളൂ. ഞങ്ങളിവിടെ ബിവറേജസ് ഔട്ട്ലെറ്റ് 9 എണ്ണം കൂടി അനുവദിച്ചു കഴിഞ്ഞു.